ഞാൻ ഇന്നലെ ഡൽഹി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ കാസർഗോട്ടെ ചാനലുകാർ റിപ്പോർട്ട് ചെയ്ത വിവരം ഞാൻ അറിഞ്ഞത്. അത് വാസ്തവമാണെങ്കിൽ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. അതൊരു ക്രിമിനൽ ഒഫൻസാണ്. കാരണം ഇലക്ഷൻ അട്ടിമറിക്കാൻ, പിന്നെ ഇലക്ട്രോണിക് മെഷീൻ ഹാക്ക് ചെയ്ത് പിന്നെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞത് കേവലം നിസ്സാരവൽക്കരിക്കേണ്ട, ഇത് കോൺഗ്രസിന്റെ വേദികളിലോ UDFന്റെ വേദികളിലോ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ഒരു ശ്രമമായിട്ട് വേണം ഇതിനെ കാണാൻ. ഇത് വാസ്തവമാണെങ്കിൽ, അതല്ല വ്യക്തികളെ അപമാനിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനുമാണെങ്കിൽ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നവരെ ശിക്ഷിക്കേണ്ട ഒരു നടപടി കൂടിയുണ്ട്. കാര്യം വ്യക്തിഹത്യ ഒരിക്കലും ആർക്കും ഭൂഷണമല്ല. ഇവിടെ ഇന്നലെ നിങ്ങൾ കൊടുത്ത വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ഈ വാർത്തയ്ക്ക് പിന്നിൽ ആരാണോ അവര് തിങ്കളാഴ്ച കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇവിടെ വരുന്നു, അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ. കാരണം ഇനി ഒരിക്കലും ഈ സംഭവം കേരളത്തിൽ ഒരിടത്തും ആവർത്തിക്കാൻ പാടില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ തിങ്കളാഴ്ച രേഖാമൂലം കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുക്കും. കാരണം ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം. കാരണം ഈ പറയപ്പെടുന്ന വാർത്ത യാഥാർത്ഥ്യമാണെങ്കിൽ ഇതൊരു ക്രിമിനൽ ഒഫൻസാണ്. ക്രിമിനൽ ഒഫൻസിൽ ആരൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് ഈ വോട്ടിംഗ് മെഷീൻ ഹാക്ക് ചെയ്യാമെന്ന് പറഞ്ഞത്, മാത്രമല്ല ആരെയൊക്കെയാണ് ജയിക്കുക. അപ്പോൾ MLA മാരെ സമീപിച്ചു എന്നാണ് വാർത്ത. അങ്ങനെയാണെങ്കിൽ MLA മാർ മൊഴി കൊടുക്കട്ടെ. ഏതൊക്കെ MLA മാരെയാണ് സമീപിച്ചത്, അവർ മൊഴി കൊടുക്കണ്ടേ? ആരൊക്കെയാണ് സമീപിച്ചത്, ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലെന്ന് നമുക്കറിയണം. കാരണം ഇത് ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഒരു ശ്രമമാണെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പൊ അത്തരം ശ്രമങ്ങളെ ഒരു ജനാധിപത്യ രാജ്യത്ത് വെച്ചു പൊറുപ്പിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് ആയാലും ആരായാലും എത്ര ഉന്നതനായാലും ഈ പറയപ്പെടുന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ ആ അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കണം, കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരണം, അവർ അറസ്റ്റ് ചെയ്യപ്പെടണം. മാത്രമല്ല മേലാൽ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കാസർഗോട്ടെന്നല്ല ഒരിടത്തും ആവർത്തിക്കാൻ പറ്റില്ല. ജനാധിപത്യത്തിൽ ഇത്തരം അട്ടിമറികളെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ആരെയൊക്കെയാണ് ഈ പറയപ്പെടുന്ന വ്യക്തി സമീപിച്ചത്, അവർ രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം, പോലീസിന് കൊടുക്കണം. കൊടുത്തിട്ട് ഇത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത് ചാനലിനും പത്രത്തിനും കൊടുത്തൊരു വാർത്തയാക്കി ചില ആളുകളെ ബോധപൂർവം അപമാനിക്കാനും അവഹേളിക്കാനുമാണ് ചിലരുടെ നീക്കമെങ്കിൽ അതിനെതിരെയും കർശനമായ നടപടി വേണ്ടിവരും. ഇതിലെ ഈ നേരത്തെ സ്ഥാനാർത്ഥികളെ സമീപിച്ചു എന്ന് മാത്രമല്ല, നിലവിൽ പുറത്തു വന്നിട്ടുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ 2 മണ്ഡലങ്ങളിൽ നിന്ന് ഈ പറയുന്ന ആരോപണ വിധേയനായിട്ടുള്ള BM ജമാൽ പണം കൈപ്പറ്റി എന്ന തരത്തിലും വിവരങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഇപ്പോൾ അവർ MLA-മാരാണ്, അവർ ഇതിന് പണം നൽകിയെന്ന് പറഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമാണ്. അപ്പൊ അവരത് അങ്ങനെ പറയാൻ തയ്യാറാവില്ല. അപ്പോൾ ഇതിൽ ഏത് തരത്തിൽ അന്വേഷണം വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്? അല്ല, ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാമല്ലോ. ആരോപണം ആർക്ക് വേണമെങ്കിലും ഉന്നയിക്കാം. MLA-മാര് നിങ്ങൾ പറഞ്ഞ പോലെ അവർ തെരഞ്ഞെടുക്കപ്പെട്ടു, MLA-മാരായി. MLA-മാര് ആയ സ്ഥിതിക്ക് ഒരുപക്ഷെ അവർക്ക് പറയാൻ മടിയുണ്ട്. കാസർഗോട്ട് MLA അല്ലാത്ത ഒരാളും ഈ ആരോപണം ഉന്നയിച്ചായിട്ട് ഞാൻ കണ്ടു. അയാൾക്ക് നിയമത്തെ സമീപിക്കാമല്ലോ, അദ്ദേഹത്തിന് പരാതി കൊടുക്കാമല്ലോ. മാത്രമല്ല MLA-മാരാരും പരാതി കൊടുക്കണ്ട. ഈ വാർത്ത പുറത്തു കൊടുത്ത ആളുകളുണ്ടല്ലോ, ആ ആളുകൾ ഹോം മിനിസ്റ്റർ വരുമ്പോൾ അദ്ദേഹത്തിന് രേഖാമൂലം പരാതി കൊടുക്കണം. ഇത് പാർട്ടിയിൽ ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ട ഒരു വിഷയമല്ല. ആണോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത് പാർട്ടിയിൽ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കി തീർക്കാവുന്ന ഒരു പ്രശ്നമല്ല. ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം ആർക്കെതിരെയാണോ ഉന്നയിച്ചിരിക്കുന്നത് അത് ഗുരുതരമായ അഴിമതിയാണ്, അത് ഗുരുതരമായ ജനാധിപത്യം അട്ടിമറിക്കാൻ നടത്തിയ ഹീനമായ ശ്രമമാണ്. അപ്പൊ അതുകൊണ്ടൊരു പരാതിയിൽ ഒതുക്കി നിൽക്കുക, പരാതിക്കാരില്ലാത്തതുകൊണ്ട് കേസെടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലല്ലോ. ഇത് പരാതി നിങ്ങൾ പറഞ്ഞു ശരിയാണ്, MLA-മാർക്ക് പരാതി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. MLA-മാരല്ലാത്തവരുണ്ടല്ലോ, അവർക്കറിയാമല്ലോ ആരാണോ ഈ വാർത്ത മാധ്യമങ്ങൾക്ക് കൊടുത്തത്, അവര് രേഖാമൂലം പരാതി ഹോം മിനിസ്റ്റർ കൊടുക്കണം. എന്തായാലും
ഞാനെന്തായാലും തിങ്കളാഴ്ച ഹോം മിനിസ്റ്റർക്ക് ഒരു പരാതി കൊടുക്കും, രേഖാമൂലം പരാതി കൊടുക്കും. ഈ ആരോപണത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാരാരായാലും അവർക്കെതിരെ നടപടി ഉണ്ടാകണം.